മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാണ്ടംപറമ്പത്തെ ഉപ്പുമാങ്ങയെപ്പറ്റി ഒരു കഥ കേൾക്കാം. ഈ പാണ്ടംപറമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്ലം ഉണ്ടായിരുന്നു പണ്ട് ഈ കേരളത്തിൽ. അവിടെ ഉള്ള ഒരു ഭരണിയിൽ ഇടണ ഉപ്പുമാങ്ങയ്ക്ക് അതീവ സ്വാദാണ് എന്നാണ് പറയണത്. അങ്ങനെ ആവാനുള്ള ഒരു കാരണം എന്താണ് എന്നാണ് ഈ കഥയിൽ പറയണത്. മിക്കവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരിക്കൽ ഒരു ചീനക്കാരൻ, ഒരു കപ്പലിൽ വരുന്ന ഒരു കച്ചവടക്കാരൻ, അയാളുടെ കപ്പലിൽ ഒരുപാട് വില പിടിച്ച ഒരുപാട് സാധനങ്ങൾ കയറ്റി കച്ചവടത്തിനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പോരണ വഴിക്ക് ആ കപ്പൽ എന്തോ തകർന്നു. കപ്പൽ ഛേദം എന്ന് പറയില്ലേ, അങ്ങനെ അത് കപ്പൽ തകർന്നു. അതിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് പേര് മരിച്ചു. ചിലരൊക്കെ ഈ പത്തേമാരികളിലും ഒക്കെ ആയിട്ട് നീന്തി കയറി. പത്തേമാരികളിൽ രക്ഷപ്പെട്ടു, ചിലർ നീന്തി കയറി. അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു. ഒരുപാട് പേര് മരിച്ചുപോയി. ആ കൂട്ടത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥനും ഒരു പത്തേമാരിയിൽ കയറി അയാളുടെ കൈവശം കിട്ടിയ ഒരു 10 ചീനഭരണി ആ പത്തേമാരിൽ കയറ്റി ഒരു വിധം കരയ്ക്ക് വന്നു. അങ്ങനെ ആദ്യം കണ്ട ഒരു ഗൃഹത്തിലേക്ക് ഇദ്ദേഹം കയറി ചെന്നു. ആ കച്ചവടക്കാരൻ കയറി ചെന്നു. അതാണ് സാക്ഷാൽ പാണ്ടംപറമ്പത്തെ ഭട്ടതിരിയുടെ ഇല്ലായിരുന്നു. അന്ന് ആ ഇല്ലം തീരെ ചെറിയൊരില്ലായിരുന്നു. ഉള്ളത് തന്നെ ഒരുപാട് പഴക്കം ചെന്ന ഒരു ഇടിഞ്ഞു പൊളിയാറായിട്ടുള്ള ഒരു പഴയ ഒരു ഇല്ലം, അത്രയേ ഉള്ളൂ. വലിയ ധനസ്ഥിതിയൊന്നും ഇല്ലാത്ത ഒരു പാവം ഭട്ടതിരിയായിരുന്നു അത്. ഈ കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് വിളിച്ചു, ഇവിടെ ആരാ ഉള്ളത്, ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആ ഭട്ടതിരി ഗൃഹസ്ഥൻ, അദ്ദേഹത്തിൻ്റെ അന്തർജനവും 4-5 കുട്ടികളും ഒക്കെ ആണ് ഉണ്ടായിരുന്നത്. അവർ കുറച്ച് അരിയിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്തുനിന്നിങ്ങനെ വിളി കേട്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം പുറത്തിറങ്ങി. അപ്പോൾ ഒരു കച്ചവടക്കാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ ചീനക്കാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ മുങ്ങിപ്പോയി, കപ്പൽ തകർന്നു. കൂടെ ഉണ്ടായിരുന്ന വേലക്കാരൊക്കെ മരിച്ചുപോയി. ഞാനാണെങ്കിലോ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരമായിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് വിശപ്പിന് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കച്ചവടക്കാരൻ്റെ വല്ലാതെ വിഷമമായിട്ടുള്ള ഒരു സംസാരമൊക്കെ കേട്ടപ്പോൾ ആ ഭട്ടതിരിയുടെ മനസ്സ് വല്ലാണ്ട് കാരുണ്യം തോന്നി അദ്ദേഹത്തിന്. അപ്പോൾ അകത്ത് പോയി ഉണ്ടായിരുന്ന കഞ്ഞി എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കച്ചവടക്കാരന് കൊടുത്തു. ആ കച്ചവടക്കാരൻ വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു. അതിന് ശേഷം ഭട്ടതിരിയോട് പറഞ്ഞു, അവിടുന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി തന്നേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഇതുകൊണ്ട് എൻ്റെ പ്രാണരക്ഷയാണ് ചെയ്തത്. എനിക്ക് ഈ കഞ്ഞിയല്ലേ കൊടുത്തത് എന്നൊരു വിഷമം വിചാരിക്കണ്ട, എൻ്റെ പ്രാണനെ അങ്ങ് രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ആ കച്ചവടക്കാരൻ പറഞ്ഞു. അന്നം കഴിച്ചിട്ട് കുറേ നേരമായിരുന്നു. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടി കരയ്ക്ക് പറ്റിയതല്ലേ, നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഉപകാരത്തിന് തക്കതായൊരു പ്രതിഫലം തരാൻ എനിക്ക് ഇപ്പം നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. എന്നാലും അയാൾ പറഞ്ഞു, ഞാൻ ഇനി സ്വദേശത്ത് പോയി തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ എൻ്റെ ശക്തിക്ക് തക്ക പ്രതിഫലം അന്ന് ഞാൻ തരും എന്ന് പറഞ്ഞു. അതുപോരാ, ഞാൻ തരുന്നത് പോരാഞ്ഞിട്ട് ദൈവവും
അങ്ങയ്ക്ക് ഇതിനുള്ള പ്രതിഫലം തരും, ഈശ്വരൻ തരും ഇതിനുള്ള പ്രതിഫലം എന്നും ഒക്കെ അദ്ദേഹം ആ കച്ചവടക്കാരൻ ഇങ്ങനെ സന്തോഷം ആയി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്താലെന്ന് എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം അവിടുന്ന് എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് കപ്പലിലുണ്ടായിരുന്ന എല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ ഒരു 10 ചീനഭരണി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി മടങ്ങി വരുന്നത് വരെ ഇത് ഇവിടെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുമോ എന്ന് ചോദിച്ചു ഭട്ടതിരിയോട്. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഇവിടെ തീരെ സ്ഥലം സൗകര്യമൊന്നുമില്ല, ഇത്രയും ഭരണി സൂക്ഷിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. എന്നാലും ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, ഉള്ള സ്ഥലത്തൊക്കെ വെച്ചോളൂ, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ലവരും വന്നെടുത്തുകൊണ്ട് പോയാലൊന്നും അവർക്ക് സൂക്ഷിക്കാൻ അത്രയേ ഉള്ളൂ അടച്ചുറപ്പ്. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കണ്ട, ഇത് ഒട്ടും അടച്ചുറപ്പില്ലാത്തൊരു വീടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, വിലപിടിപ്പുള്ള സാമാനങ്ങളൊന്നുമില്ല, അതിൽ തുവരപ്പരിപ്പാണ് നിറച്ചേക്കണത്, അത്രയേ ഉള്ളൂ, തുവരപ്പരിപ്പാണ്. എന്നാൽ കുഴപ്പമില്ല, അവിടെ എടുത്ത് അകത്തേക്ക് കയറ്റി വെച്ചോളൂ എന്നും പറഞ്ഞു. അപ്പോൾ ആ 10 ഭരണിയും അടച്ചു കെട്ടി മുദ്രയൊക്കെ വെച്ചിട്ടുണ്ട്. മുദ്രയും വെച്ച് എടുപ്പിച്ച് ഇല്ലത്തിൻ്റെ പുരയ്ക്കകത്ത് കൊണ്ടുവയ്പ്പിച്ചു. ഭട്ടതിരിയോട് യാത്രയൊക്കെ പറഞ്ഞ് പോയി കച്ചവടക്കാരൻ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയില്ലാണ്ടായി. നല്ല ദാരിദ്ര്യമുള്ള ഒരു കുടുംബമായിരുന്നു അത്. ഒരു നിവൃത്തിയില്ല, അരിയില്ല വയ്ക്കാൻ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ഈ കുട്ടികളൊക്കെ വിശപ്പ് സഹിക്കാൻ പാടില്ലാണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ആ ഭട്ടതിരിക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും വിശപ്പ് കൊണ്ടും അതുപോലെ കുട്ടികളുടെ ഈ ബുദ്ധിമുട്ട്, കുട്ടികൾ വിശന്ന് കരയാണ്. അങ്ങനെ കണ്ടപ്പോഴും ആകെപ്പാടെ വിഷമായി. അവനവൻ വിശക്കണത് പോട്ടെ, കുട്ടികൾ വിശന്ന് കരയണ കാണുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ അന്തർജനം പറഞ്ഞു, നമ്മുടെ ചീനഭരണി കുറേ കൊണ്ടുവച്ചിട്ടില്ലേ ആ ചീനക്കാരൻ, ആ ഭരണിയിലൊക്കെ തുവരപ്പരിപ്പാണ് എന്നല്ലേ പറഞ്ഞത്, നമുക്ക് ആ ഭരണിയിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ട് ഈ കുട്ടികൾക്ക് വിശപ്പിന് കൊടുക്കാം. ഇപ്പം അവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിച്ചോളും, അത്രയ്ക്ക് വിശന്നിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ വേണ്ട, ഒന്നും അറിയാറായിട്ടില്ലാത്ത ഈ കുട്ടികൾക്ക് ഇനി ഒന്നും കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ, എത്ര നേരമായി അവർ വിശന്ന് കരയണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭട്ടതിരിക്കും തോന്നി, പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്കും വിശക്കുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ്, അപ്പം നിനക്കും അങ്ങനെ തന്നെ വിശന്നിരിക്കുകയല്ലേ, എന്നാലും മറ്റൊരാൾ നമ്മളെ വിശ്വസിച്ച് സൂക്ഷിക്കാൻ ഏർപ്പാടാക്കിയൊരു സാധനം അയാളുടെ സമ്മതമില്ലാണ്ട് നമ്മൾ എടുക്കുന്നത് ശരിയാണോ? ഇത് മരിച്ചാലും നമ്മൾ ഈ വഞ്ചന ചെയ്യാൻ പാടില്ല. അപ്പോൾ അന്തർജനം പറഞ്ഞു, ഈ കുട്ടികളുടെ പ്രാണരക്ഷയ്ക്ക് അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് വച്ചു എന്ന് വെച്ച് നമുക്ക് ഒരു പാപവും കിട്ടില്ല. പിന്നെ ആ കച്ചവടക്കാരൻ വരുമ്പോഴേക്കും അത്രയും പരിപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിലിട്ട് നിറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പരമാർത്ഥം അറിഞ്ഞാൽ അയാളൊരു വിരോധമൊന്നും പറയുമൊന്നുമില്ല, അയാളൊരു മനുഷ്യനല്ലേ, വിശന്നാലുള്ളതുണ്ട് അയാൾ അറിഞ്ഞതല്ലേ, നമ്മളല്ലേ അയാൾക്ക് കഞ്ഞി കൊടുത്ത് അയാളുടെ പ്രാണരക്ഷ ഉണ്ടാക്കി ചെയ്തു എന്നല്ലേ അയാളന്ന് പറഞ്ഞത്. അതുകൊണ്ട് അയാളിപ്പോൾ നമ്മളിത്തിരി പരിപ്പെടുത്തു എന്ന് വിചാരിച്ച് അറിഞ്ഞാലും അയാളൊന്നും പറയുമൊന്നുമില്ല എന്നൊക്കെ അന്തർജനം പറഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഭട്ടതിരിക്കും തോന്നി, എന്തായാലും അവൾ പറഞ്ഞത് ശരിയാണ്, എന്താ കുറച്ച് പരിപ്പെടുത്തിട്ട് വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കാം എന്ന് തീർച്ചപ്പെടുത്തി അകത്ത് ചെന്നിട്ട് ആ ഒരു ഭരണി മുദ്ര പൊട്ടിച്ചിട്ട് കെട്ടഴിച്ചു. ഭരണിക്കകത്ത് കൈയിട്ടു, പരിപ്പ് ഇങ്ങനെ വാരിയെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് കൈയിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇതിൽ തുവരപ്പരിപ്പ് മാത്രമല്ലല്ലോ
എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ പരിപ്പ് എടുക്കാൻ വേണ്ടി അതിനകത്തേക്ക് കൈ അങ്ങോട്ട് ഇട്ടപ്പോൾ, പരിപ്പ് വാരി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അദ്ദേഹം അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് നോക്കി, വാരി എടുത്തിട്ട് കൈ പിടിച്ച് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്താ അതിൽ? പരിപ്പിൻ്റെ കൂടെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. പിന്നെ അവരുടെ വീടിനകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ഒരു വിളക്കൊക്കെ കൊളുത്തി കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്താ? ഭരണി നിറച്ചും സ്വർണ്ണ നാണയമാണ്. അതിൻ്റെ മീതെ മാത്രം കുറച്ച് പരിപ്പിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായി അദ്ദേഹത്തിന്. 10 ഭരണിയും പരിശോധിച്ചു നോക്കി, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. 9 ഭരണികളും അദ്ദേഹം മുമ്പ് മുദ്ര വെച്ചതുപോലെ തന്നെ മുദ്ര വെച്ചു, അടച്ചു വെച്ചു കേട്ടോ. അടച്ചു കെട്ടി അദ്ദേഹം ആ കച്ചവടക്കാരൻ വെച്ചിരുന്നത് പോലെ തന്നെ വെച്ചു. ഒരു ഭരണിയിൽ നിന്ന് ഒരൊറ്റ പവൻ എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കുറേ അരിയും കറിക്കുള്ള സാധനങ്ങളും പച്ചക്കറികളും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഉടനെ ആന്തർജനം എല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്ക് ചോറ് കൊടുത്തു. പിന്നെ അവരും ഊണ് കഴിച്ചു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടതിരി വിചാരിച്ചു, എന്തായാലും വിശ്വാസവഞ്ചന ചെയ്യുക എന്നുള്ളത് ചെയ്തു കഴിഞ്ഞു ഇല്ലേ? ആദ്യം ഒരു നാണയം എടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വാസവഞ്ചന ചെയ്തു ഇല്ലേ? ഇനി ഈ ദാരിദ്ര്യ ദുഃഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി സുഖമായിട്ട് ഇരിക്കാനുള്ള മാർഗം നോക്കാം. ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചു എന്ന് വെച്ചാൽ എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ച് ആ ഭരണിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങളും കൂടി ഇങ്ങോട്ട് എടുത്തു. അതിഗംഭീരമായിട്ട് 8 കെട്ടും മാളികയും ഒക്കെയുള്ളവരില്ല അങ്ങോട്ട് പണിയിച്ചു. പിന്നെ ഭരണിയിലുണ്ടായിരുന്ന മുതലിന് കുറേ വസ്തുക്കൾ വാങ്ങി. എന്നുവെച്ചാൽ പറമ്പും ഒക്കെ വാങ്ങി, പാത്രങ്ങളും എല്ലാം അവനവന് വേണ്ടതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ വലിയ സമ്പത്തുള്ള ഒരു ആളായി തീർന്നു. അങ്ങനെ പരമാനന്ദമായി സകല ചെലവും കഴിച്ച് ഒരു വർഷം 12,000 രൂപ മിച്ചമുണ്ടായി തുടങ്ങിയിത്രേ അദ്ദേഹത്തിന്. ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മേടിച്ചു കൂട്ടിയല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള ആദായവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് 12,000, ഒരു കൊല്ലത്തിൽ 12,000. അന്നത്തെ കാലത്ത് ഈ 12,000 ഒക്കെ വലിയ സംഖ്യയാണ്. ഇന്ന് അതുകൊണ്ട് ഒന്നും ആവില്ല അല്ലേ? അങ്ങനെ ഒരു കൊല്ലത്തിൽ 12,000 മിച്ചമുണ്ടായി എല്ലാം കഴിഞ്ഞിട്ട് എന്നാണ് പറയണത്. അങ്ങനെ മിച്ചം വന്ന് ബാലൻസ് വന്ന തുക എടുത്തിട്ട് അദ്ദേഹം ഈ എടുത്ത സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം അതിലേക്ക് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ആ ഭരണി മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ നിറച്ച് അടച്ചു കെട്ടി മുദ്ര ചെയ്തു വെച്ചു. പിന്നെ ആ 10 ഭരണികളുടെ വലിപ്പത്തിൽ ഒരു പാതി വീതം വലിപ്പമുള്ള 10 ഭരണിയും കൂടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. ആ മുമ്പ് കച്ചവടക്കാരൻ കൊണ്ടുവച്ച ഭരണികളുടെ പകുതി വലിപ്പമുള്ള 10 ഭരണികൾ അദ്ദേഹം വാങ്ങി. അതിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ചിട്ട് അതും അടച്ചു കെട്ടി വെച്ചു. ഈ ചെറിയ കുഞ്ഞു ഭരണികളിൽ നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി അടച്ചു വെച്ചു, മുദ്ര കെട്ടി വെച്ചു. അപ്പോഴേക്കും ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കച്ചവടക്കാരൻ വന്നത്. അതാ രസം. അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറെ ഒരു കപ്പലിൽ ഒരുപാട് സാധനങ്ങളും ഒക്കെ കയറ്റി അവിടെ വന്നു. അപ്പോൾ അവൻ പോയിട്ട് 12 കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് പറയണത്. ആ കച്ചവടക്കാരൻ പോയിട്ട് അന്ന് ആ സമയം തിരിച്ചു വന്നപ്പോഴത്തേക്കും 12 കൊല്ലം കഴിഞ്ഞു എന്നാണ് പറയണത്. ഒരു വ്യാഴവട്ടം കഴിഞ്ഞു എന്നാണ്. കരയ്ക്കിറങ്ങി അന്ന് ഭരണികളൊക്കെ സൂക്ഷിച്ച് വെച്ച ആ വീട് നോക്കി പുറപ്പെട്ടു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഇല്ലത്തിൻ്റെ അന്ന് കണ്ട ഇല്ലൊന്നും അല്ല, ആകെപ്പാടെ മാറിയിരിക്കണം. അവന് നല്ല സംശയമായി. പിന്നെ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലം അതുതന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. അത് പുത്തനായി പണി കഴിപ്പിച്ചതാണ്. ഭട്ടതിരിക്ക് എവിടുന്നോ കുറച്ച് നിധി കിട്ടിയിട്ടുണ്ട്. വല്ലാത്ത ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. ഇപ്പം അവിടെ ഒരുപാട് സ്വത്തൊക്കെ ആയി. എവിടുന്നോ ഒത്തിരി നിധി കിട്ടിയിട്ടുണ്ട് തോന്നുന്നു.
എന്നൊക്കെ പറഞ്ഞു നാട്ടുകാർ. അത് കേട്ടപ്പോൾ നിധി കിട്ടി എന്ന് പറയുന്നത് ഭോഷ്കാണെന്നും മനസ്സിലായി. അത് വെറുതെ പറയുകയാണ്, നിധി എന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. പക്ഷേ ആ കച്ചവടക്കാരന് മനസ്സിലായി ഇതെല്ലാം എൻ്റെ ഭരണിയിലുണ്ടായിരുന്ന മുതൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് അയാൾ തീരുമാനമാക്കി. ആ സ്ഥിതിക്ക് തൻ്റെ മുതൽ കിട്ടണ കാര്യം കഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ എന്നാലും ഭട്ടതിരിയെ കണ്ട് ഒന്ന് ചോദിച്ചേക്കാം, തന്നാൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇല്ലത്ത് ചെന്നു. മുറ്റത്ത് നിന്നിട്ട് ഇവിടുത്തെ തിരുമേനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി മാളികയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പം വേഗം ആളെ മനസ്സിലായി. ഉടനെ താഴെ ഇറങ്ങി വന്നു. കച്ചവടക്കാരനെ വലിയ ആദരവോടെ അങ്ങനെ പടിപ്പുര മാളികയിൽ കൊണ്ടുചെന്ന് ഇരുത്തി, കസേരയൊക്കെ കൊടുത്തിരുത്തി അടുത്തിരുന്ന് കുശലപ്രശ്നമൊക്കെ ചെയ്തു. പിന്നെ ആ കച്ചവടക്കാരനും കൂടെ വന്നവർക്കും അതികേമായിട്ട് വിരുന്ന് സൽക്കാരവും ഒക്കെ ചെയ്തു. അദ്ദേഹം സത്യം പറഞ്ഞു, ഞാനേ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായി വെച്ച മുതലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചില കൈകാര്യമൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്യാൻ സംഗതിയായത് എൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ്. എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു. അത്രയ്ക്കും ദാരിദ്ര്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനത് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. എന്നാൽ എൻ്റെ പ്രവൃത്തി ന്യായമായിട്ടുള്ളത് തന്നെയാണെന്നാണ്, ന്യായം ആയിട്ടുള്ളതാണ്. അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയണത്. അതുകൊണ്ട് ആ തെറ്റ് നിങ്ങൾ ക്ഷമിച്ചിട്ട് എനിക്ക് മാപ്പ് തരണം. ഇപ്പം നിങ്ങളുടെ മുതലും പലിശയോടുകൂടി ഇവിടെ റെഡിയാണ് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ കച്ചവടക്കാരൻ്റെ പറഞ്ഞിട്ട് കച്ചവടക്കാരൻ്റെ അയാൾ ആദ്യം കൊടുത്ത 10 ഭരണിയും അതിൻ്റെ കൂടെ അവനവൻ ഉണ്ടാക്കി വെച്ചല്ലോ ചെറിയ 10 ഭരണികൾ, അതും എടുപ്പിച്ച് കൊണ്ട് പുറത്ത് വെപ്പിച്ചു പണിക്കാരെ കൊണ്ട്. അപ്പോൾ കച്ചവടക്കാരൻ, ഞാൻ ഇവിടെ 10 ഭരണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ ചെറിയ ഭരണിയൊന്നും എൻ്റെ വകയല്ല, ഇതിൻ്റെ കൂടെ അതുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കണം എന്തിനാ എന്ന് ചോദിച്ചു കച്ചവടക്കാരൻ. ഭട്ടതിരി പറഞ്ഞു, നിങ്ങൾ ഈ മുതലയോടെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, മുതലിന് പലിശയും കൂടി തരണ്ടേ എന്നാണ്. പകുതി പലിശ, ഓരോ ഭരണിക്കും പകുതി വീതം പലിശയാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ പകുതി ഭരണി പലിശ, അങ്ങനെ 10 ചെറിയ ഭരണിയിൽ പലിശയായിട്ടാണ് ആ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തത്. അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, സൂക്ഷിക്കാൻ തന്ന മുതലിന് സൂക്ഷിപ്പിൻ്റെ കൂലി ഞാൻ അങ്ങോട്ട് തരുമല്ലേ വേണ്ടത്, പലിശ ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ളത് അത് ന്യായമായിട്ടുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പലിശ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കൊല്ലത്തിൽ ചിലവും കഴിച്ച് 12,000-ൽ കുറയാതെയുള്ള പൈസ കിട്ടുന്നുണ്ട്. അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എന്ന് വേണ്ട ഇപ്പം എനിക്കുള്ളത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഈ മുതൽ കൊണ്ടാണ്. അപ്പോൾ അനുവാദം കൂടാതെയാണ് നിങ്ങളുടെ മുതൽ ഞാനെടുത്ത് കൈകാര്യം ചെയ്തത്. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഈ ചെറിയ ഭരണികളും കൂടി നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വിഷമാണ് എന്ന് പറഞ്ഞു ഭട്ടതിരി. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച 10 ഭരണികളും പൂർവ്വസ്ഥിതിയിൽ തന്നെ ഇപ്പോഴും ഞാൻ വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ എനിക്കൊരു നഷ്ടവും നിങ്ങൾ വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടേക്ക് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടായി, ഇവിടുത്തെ ഭാഗ്യവും ഉത്സാഹവും ആണ് എന്നല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ഇത് 10 ഭരണി ഒന്നും നോക്കാതെ ദാരിദ്ര്യം അനുഭവിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ ഉത്സാഹം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ആ മുതലൊക്കെ അവിടുത്തെ സ്വന്തം തന്നെയാണ്. അതുപോലെ ആ ബ്രഹ്മസ്വം മുതൽ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. വെറുതെ ഞാൻ ഈ ബ്രഹ്മസ്വം സ്വീകരിച്ചാലേ അതിനുള്ള ശേഷം മുതൽ കൂടി എൻ്റെ കയ്യിൽ ബാക്കിയുള്ള മുതലും കൂടി നശിച്ചു പോവും. ബ്രഹ്മസ്വം ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് അവകാശപ്പെട്ടത് മാത്രം മതി എനിക്ക്. ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെറിയ ഭരണികൾ 10 ഭട്ടതിരി അകത്ത് കൊണ്ട് വെച്ചു. ആ കച്ചവടക്കാരൻ എന്ത് ചെയ്താൽ അത് കൊണ്ടുപോകാൻ സമ്മതിക്കണില്ല. അദ്ദേഹം അത് തിരിച്ച്
അകത്തേക്ക് തന്നെ കൊണ്ടുവച്ചു. അതിന് ശേഷം ആ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള ഒരു ഭരണി ആ കച്ചവടക്കാരൻ ഭട്ടതിരിക്ക് തന്നെ ദാനമായിട്ട് കൊടുത്തു. അത് വാങ്ങാനും ഭട്ടതിരിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ്റെ നിർബന്ധം കൊണ്ട് ഒടുക്കം ആ ഭരണി വാങ്ങി. ആ ഭരണിയാണ് കോടൻ ഭരണി. അതിൻ്റെ കോടൻ ഭരണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വായയ്ക്ക് ഒരു ലേശം കോടിയിട്ടായിരുന്നു വായ. അതുകൊണ്ട് അതിന് കോടൻ ഭരണി എന്ന പേര് വന്നത്. അതിന് ശേഷം ആ കച്ചവടക്കാരൻ പറഞ്ഞു, മഹാബ്രാഹ്മണൻ അല്ലേ അങ്ങ്, ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും വളരെ ഐശ്വര്യവും വിശേഷമൊക്കെ ഉള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അതിന് എവിടെയില്ലാത്ത ഒരു സ്വാദാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് തൊഴുത് ഒരുപാട് സന്തോഷത്തോടെ ബാക്കിയുള്ള 9 ഭരണിയും പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് പോയി. ഒരുപാട് സന്തോഷമായി. ആ കച്ചവടക്കാരൻ തിരിച്ചു പോയി. ഭട്ടതിരി എന്ത് ചെയ്തു, ആ ചെറിയ ഭരണിയും പിന്നെ ഈ കോടൻ ഭരണിയിലും ഒക്കെ ഉണ്ടായിരുന്ന ദ്രവ്യം വേറൊരു ഭരണിയിലാക്കി അതും നിലവറയിൽ കൊണ്ടുവച്ചു. ആ 11 നിക്ഷേപങ്ങളും അവിടെ ഇപ്പോഴും ഉണ്ടെന്നാ. ഈ പാണ്ടംപറമ്പത്ത് ഇല്ലം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ആ ഭരണികളൊക്കെ അവിടെ ഉണ്ടെന്നാണ് കേൾവി. അങ്ങനെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ട് തുടങ്ങി. ആ ഭരണി കിട്ടിയേ പിന്നെ എല്ലാ കൊല്ലവും മാങ്ങ ഉണ്ടാകുമ്പോൾ ആ കോടൻ ഭരണിയിലിടും. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ട എത്ര കാലം കഴിഞ്ഞാലും കേടുവരില്ല അത്രേ. അതിൻ്റെ സ്വാദ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്. അത് അനുഭവിച്ചവർക്കും അത് പറയാൻ പറ്റില്ല എന്നാണ് പറയുക. അമൃത് പോലെയാണ് എന്നാണൊക്കെ പറയണത്. ഒരു രുചിയില്ലാതെ വെള്ളം കുടിക്കാൻ പോലും രുചി തോന്നാത്ത ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അസുഖം പിടിച്ചവർക്കൊക്കെ ഇതിലെ ഒരു കണ്ണിമാങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ രുചിയൊക്കെ മാറിക്കിട്ടും. ഇഷ്ടം 3.5 നാഴിയുടെ ചോറുണ്ണും എന്നൊക്കെയാണ് പറയണത്. അത്രയ്ക്കുണ്ട് അതിൻ്റെ സ്വാദ് എന്നാണ് പറയണത്. ഒരിക്കൽ ഒരു മഹാരാജാവ് മുറജവക്കാലത്ത് ഒരു ദിവസം നമ്പൂതിരിമാർ ഇങ്ങനെ അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്താഴത്തിൻ്റെ കേമത്വവും ഒക്കെ ഇങ്ങനെ പറയണ കൂട്ടത്തിൽ, ഇന്ന് കേമായി ഇല്ലേ, അത്താഴം സദ്യയൊക്കെ ഗംഭീരായി അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം മറ്റേ നമ്പൂതിരി പറഞ്ഞു, എന്നാലും ആ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഗംഭീരായേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മഹാരാജാവ് ഇങ്ങനെ തൊഴാൻ വന്ന സമയമായിരുന്നു. അപ്പോൾ ഈ മഹാരാജാവ് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കണതിൻ്റെ ഇടയിൽ അതിങ്ങനെ കേട്ടു ഈ നമ്പൂതിരിമാർ വർത്തമാനം പറയണത്. ആ മഹാരാജാവ് എന്ത് ചെയ്തു, ആരും അറിയാതെ പിറ്റേ ദിവസത്തെ സദ്യയ്ക്ക് ആരും അറിയാതെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തിച്ചു വിളമ്പി. വേറെ ഒരുപാട് ഉപ്പിലിട്ടതുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആരും ഒന്നും മിണ്ടാതെയാണ് ഈ മാങ്ങയും പുളി വിളമ്പിയത്. അപ്പോൾ അന്നും ഈ മഹാരാജാവ് കേട്ടു, ഓഹോ അതിൻ്റെ കുറവും തീർന്നു എന്ന് ഈ നമ്പൂതിരി ഇങ്ങനെ പറയുന്നുണ്ട്. ആ കുറവും തീർന്നല്ലോ, ഇത് സാക്ഷാ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ അതും കിട്ടി, ഇന്നത്തെ ഊണ് ഗംഭീരായി എന്നൊക്കെ പറയണത് മഹാരാജാവ് പിറ്റേ ദിവസവും കേട്ടു. അപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തെ അടുത്ത് വിളിച്ച് അങ്ങേപോലെ സ്വാദ് അറിഞ്ഞ് ഉണ്ണുന്ന ഒരു ചുരുക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ട് സമ്മാനമൊക്കെ കൊടുത്തയച്ചു അത്രേ. അങ്ങനെ സ്വാദറിഞ്ഞ് ഉണ്ണണം എന്നാണ് പറയണത്. ഉണ്ണുമ്പോൾ ഊണിൽ ശ്രദ്ധിക്കണം എന്നാണ്. അങ്ങനെ സ്വാദറിഞ്ഞ് ഓരോ വിഭവത്തിൻ്റെ സ്വാദറിഞ്ഞ് വേണം ഊണ് കഴിക്കാൻ എന്നാണ്. അങ്ങനെയൊക്കെയാണ് കോടൻ ഭരണിയിലെ കോടൻ ഭരണിയുടെ വിശേഷവും അതുപോലെ ഉപ്പുമാങ്ങയുടെ വിശേഷവും ഒക്കെ. ആ ഭരണിയിലെ മാങ്ങ ഉപ്പിലിട്ടത് കൂട്ടിയിട്ടുള്ളവരെ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയണത്. ഇപ്പോഴും ആ ഭരണി ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഈ പാണ്ടംപറമ്പ് എന്ന് പറയുന്ന ഇല്ലം ഇപ്പോഴുണ്ടോ അതും അറിയില്ല, ഉണ്ടാവുമായിരിക്കും, അറിയില്ല.
അറിയുന്നവർ ഒന്ന് കമൻ്റായിട്ട് എഴുതൂ കേട്ടോ. അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.